നമസ്കാരം. നമ്മുടെ സ്വാഗതം. നമ്മുടെ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാം പരമ നല്ല സുഖമാണെന്ന് പറഞ്ഞത് ഞങ്ങൾക്കും കുഴപ്പമില്ല. അന്നേരം ഇന്ന് നമ്മൾ സാധാരണ വീടുകളിലൊന്നും എപ്പോഴും ഒന്നും ഉണ്ടാക്കാത്ത ഒരു അടിപൊളി ഒരു അച്ചാറാണ്. ഇച്ചിരി ഓർഡറുണ്ട് ഒരാൾക്ക് വേണ്ടി പറഞ്ഞതാണ്. അതിൻ്റെ വെളുത്തുള്ളി അച്ചാർ. ഇങ്ങോട്ട് നോക്കാം. വെളുത്തുള്ളി വേണ്ട, ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത്. അതുകൊണ്ടാണ് സമയം എടുക്കും. ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ ഒത്തിരി ആളുണ്ടായിരുന്നോണ്ട് ഇന്നലെ ഞങ്ങളത് പൊളിച്ചു വെച്ചതാണ്. അപ്പം നമുക്ക് ഈ രുചി കൂടുതലുള്ള ഏത് ഐറ്റത്തിനും സമയം കൂടുതലെടുക്കും. കല്ലുമ്മേക്കായ ഒക്കെ അതിന് ഉദാഹരണമാണ്. അതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായൊരു ജോലിയാണ്. ഇത് അതുപോലെയാണ് നമ്മൾ വെളുത്തുള്ളി അച്ചാർ നമ്മുടെ ഒരു സ്നേഹിതൻ്റെ ഒരു മോനെ കൊണ്ടുപോകാനായിട്ട്, ഗൾഫിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് അത്. ഇങ്ങോട്ട് നോക്കിയാൽ വേണ്ട ഐറ്റങ്ങളാണ് പറഞ്ഞ്. വെളുത്തുള്ളി അല്ലി പൊളിച്ചത്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കടുക് വറുക്കാനുള്ള ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില. അതിന് ചേർക്കുന്ന ഐറ്റംസുകൾ മഞ്ഞൾപ്പൊടി, പിരിയമുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പുപൊടി, അല്പം ഒരു പഞ്ചസാര, രുചി മെയിൻറ്റെയിൻസ് ചെയ്യാനായിട്ട് വിനാഗിരി, നാരങ്ങ നീര്. അപ്പോൾ ആദ്യം നമ്മൾ അച്ചാറിടുന്ന പ്രക്രിയ ആരംഭിക്കുകയാണ്. നമ്മൾ ഏത് അച്ചാറിനും ഉപയോഗിക്കാൻ നല്ലെണ്ണ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അല്പം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉലുവ കൂടെ ഉലുവ ചേർക്കും. വറ്റൽമുളക് കൂടെ ചേർക്കും. അല്പം കറിവേപ്പില, നല്ല മണം വരുന്നുണ്ട്. നല്ലെണ്ണയ്ക്കകത്ത് കറിവേപ്പില, വറ്റൽമുളകും ഒക്കെ മൂത്ത മണം വരുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇച്ചിരി കൂടുതലിടുവേ. ഇഞ്ചി കണ്ട നല്ല ഈർക്കിലി പോലെ അരിഞ്ഞേക്കുന്നത്. അത് പുള്ളിക്കാരത്തെ ഈ അരിച്ചിൽ വലിയ എക്സ്പാർട്ടാണ് കേട്ടോ. എനിക്കിന്ന് ഇത്രയും നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അരിയാനായിട്ട് അറിയത്തില്ല. നമ്മൾ ക്യാമ്പിലെ പണിയായിരുന്നു, പെട്ടെന്ന് അരിച്ച് തീർക്കുക. അന്നേരം ഇത് വളരെ ക്ഷമയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതിലേക്ക് ഇഞ്ചി ഇതൊരു ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആകട്ടെ. ഇഞ്ചി നല്ലപോലെ വഴന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. അതിലേക്ക് പൊളിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് പൊളിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നല്ല സൂപ്പറായിട്ട്. കുറച്ച് നേരത്തെ കഷ്ടപ്പാടാണ് അത് വളരെ. അതുകൊണ്ടാണ് നമ്മൾ ഈ വെളുത്തുള്ളി അച്ചാറൊക്കെ എന്ന് പറഞ്ഞാൽ ഓർഡർ വന്നാൽ പിടിക്കാനായിട്ട് വലിയ പണിയൊന്നും നടക്കുമ്പോൾ നമുക്ക് ഇത് സമയം കിട്ടത്തില്ല. ഇന്നലെ നമ്മുടെ മോളുടെ അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളിത് പൊളിച്ചു വെച്ചതാണ്. അത് നമുക്ക് ഈ അച്ചാറെന്ന് പറഞ്ഞിട്ട് നല്ല എത്ര നാൾ വേണേലും ഇരുന്നാലും കേടുകൂടാതെ ഇതിനകത്ത് ആകപ്പാടെ ഇതിലുള്ള ജലാംശങ്ങൾ ഇത് ഈ എണ്ണയ്ക്കകത്ത് ഒന്ന് വഴറ്റി ഒരുമാതിരി ജലാംശം പറ്റണം. അതിന് വേണ്ടി ഒരു 5 മിനിറ്റ് അതെടുക്കും. ഒന്ന് മൊങ്ങാടി എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആകണ്ട. ഇതിൻ്റെ വെളുത്തുള്ളിയായിട്ട് കാണുകയും ചെയ്യണം. കണ്ടാൽ അതിൻ്റെ ഉള്ളിക്കകത്തൊക്കെ സാധാരണ കൂടുതൽ ജലാംശമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ലതാണ് ഈ അച്ചാർ. അതിലേക്ക് അല്പം ഉപ്പുപൊടി. അച്ചാറിന് സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അച്ചാർ കണ്ടാൽ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. പക്ഷേ അത് കൂട്ടാൻ പറ്റും. ഭയങ്കര ഉപ്പ് കൂടുതൽ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ കാലം കേട് കൂടാതെ ഇരിക്കും. നമ്മൾ ഈ നാരങ്ങാച്ചാറൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും കടയിലെ അച്ചാർ. ഈ അച്ചാർ ഇത് ഇപ്പം പല സൈസ് അച്ചാർ, മീനച്ചാർ, മാങ്ങ, നാരങ്ങ, അത് ഒരു കല്യാണത്തിൻ്റെ 1200 രൂപയുടെ വലിയ വീഡിയോ നമ്മളിട്ടിരുന്നു. അതൊക്കെ അച്ചാർ ഇന്നലെ ആണെങ്കിലും വെണ്ണയും പാൽപ്പാടയിൽ നിന്ന് നെയ്യും വെണ്ണയും എടുക്കുന്ന പെട്ടെന്ന് ആ കുക്ക് വഴി, അതായത് നമ്മൾ വീടുകളിലൊക്കെ കാണിക്കാവുന്ന അതാണ്. എല്ലാം നഷ്ടപ്പെടുത്താതെ നമ്മളോരോ മുതൽ ആക്കാം. ഇത് കണ്ടോ ഒരുമാതിരി
വാടി വരും. അപ്പോൾ അച്ചാറെന്ന് പറഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് നമുക്ക് വീട്ടിലാണെങ്കിലും ആരെങ്കിലും പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വന്നാൽ മേശപ്പുറത്ത് സാധനം കൂടുതൽ ഐറ്റങ്ങൾ നിരത്തി വെക്കാൻ പറ്റിയൊരു ഇതും കൂടാണ്. എല്ലാവരും ഇപ്പം അസിഡിറ്റിയൊക്കെ ഉള്ള ആളുകൾ അച്ചാറൊക്കെ കൂടുതലായിട്ട് ആരോഗ്യപരമായിട്ട് ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. എന്നാലും ഇത് നല്ല ടേസ്റ്റബിളായ ഒരച്ചാറാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒന്ന് പറ്റുന്നിടം വരെ നമ്മൾ ഇനി നോക്കാം. സിമ്മിലാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി ആദ്യമായിട്ട് ചേർക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്തു. ഇതിൽ 1 കിലോ വെളുത്തുള്ളി ഉണ്ട്. അന്നേരം അതിനൊരു വലിയ ഒരു 3 സ്പൂണ് ചേർത്തു. പിന്നെ അച്ചാറിന് മണം വരുത്താനായിട്ട് കായപ്പൊടി അത് അല്പം കൂടുതൽ. ഇച്ചിരി ഉലുവാപ്പൊടി അച്ചാറിന് ഇടുന്ന പോലെ ഉലുവാപ്പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ട പൊടിയായിട്ട്. ആദ്യം ഉപ്പുപൊടി നല്ലെണ്ണ ചൂടായപ്പോൾ ഉപ്പുപൊടി ഇട്ടു. നല്ലെണ്ണ ചൂടായപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപ്പുപൊടി നല്ലെണ്ണ ചൂടാകും. കടുക് ഉലുവ ഈ 2 ഇട്ടു. അതിനുശേഷം ഇഞ്ചി നീളത്തിലരിഞ്ഞ് ഇട്ടു. അത് വഴന്ന് വന്നപ്പോഴത്തേന് ഇതിൽ അത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടു. അതിന് ശേഷം അത് വഴന്ന് ഏകദേശം ഒരു പരുവായപ്പോഴത്തേന് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കായപ്പൊടി അല്പം ഉലുവാപ്പൊടി എല്ലാം കൂടെ ചേർത്ത്. ഇനിയിപ്പം ഇത് മൂത്തിട്ടുണ്ട്. അതിലേക്ക് വിനാഗിരി. ഇതിൻ്റെ അകത്ത് 2 ഐറ്റം മാത്രമേ ഉള്ളൂ, വിനാഗിരിയും നല്ലെണ്ണ. അതാണ് നമുക്ക് അതിൻ്റെ അകത്തുള്ള അത് ഏകദേശം ഒരു 1/2 ലിറ്ററോളം തിളയ്ക്കുമ്പോഴത്തേന് അതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് അത് നമ്മൾ ഈ അച്ചാറിന് ചേർക്കുന്നതാണ്. അത് ഒരു നല്ല രുചി. അച്ചാറുകളിൽ വെച്ച് ഏറ്റവും നല്ല അച്ചാറാണ് ഈ വെളുത്തുള്ളി അച്ചാർ. എല്ലാ കൊളസ്ട്രോളുകാർക്കും അസുഖക്കാർക്കും ഒക്കെ കൂട്ടാവുന്നതാണ്. എനിക്ക് അച്ചാറി വെച്ച് ഏറ്റവും ഇഷ്ടം വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. പിന്നെ എൻ്റെ വായിൽ ഇപ്പോഴേ കപ്പൽ ഓടിക്കാനുള്ള വെള്ളമുണ്ട്. നമ്മൾ വാഴപ്പിണ്ടി അച്ചാറൊക്കെ ഇട്ടത് വളരെ ഇഷ്ടം പോലെ ആളുകൾ കണ്ട വാഴപ്പിണ്ടി കാരറ്റും മാങ്ങയും കൂടെ. അതുപോലെ വൈവിധ്യമായ അച്ചാറുകൾ ഇനിയും നിങ്ങൾക്ക് വേണ്ടി നമ്മളിത് അതിൽ ഇച്ചിരി ഉപ്പും കൂടെ തരാം. ഇനിയും കൂടുതൽ ലാസ്റ്റ് നമ്മൾ ഫിനിഷിങ് ഉപ്പ് പുളി ഒരു പൊടി മധുരം അതെല്ലാം അതിൻ്റെ കൂടുതൽ ഇനി നമ്മൾ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇനിയൊരു ഒരു നാരങ്ങാനീര് ഒരു 3 ചെറുനാരങ്ങ പിഴിഞ്ഞ നീര്. അത് കേടാകാണ്ടിരിക്കാനും ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ നേരം ഇത് കേടാകാണ്ടിരിക്കാനും ഈ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരി അരി മാറ്റി അതായത് നമ്മുടെ കൈയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അന്നേരം ഇതിൻ്റെ അകത്ത് 2 വരിയാക്കും. നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി നല്ല അച്ചാറ് പാകമായിട്ടുണ്ട്. നമുക്ക് ഇതൊരു സർവീസ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ വീഡിയോ ആണ് സർവീസ് ബൗളിലോട്ട് മാറ്റുകയാണ്. ഓട്ടൂറ്റിലേക്കകത്തായതുകൊണ്ട് ഈ വിനാഗിരി ഒക്കെ ഒഴിച്ചതായതുകൊണ്ട് അതിൻ്റെ ക്ലാവ് പോലെ ഇറങ്ങാൻ സാധ്യതയാണ്. അതുകൊണ്ട് അച്ചാർ പെട്ടെന്ന് ഞങ്ങളിതിലേക്ക് മാറ്റും. നമ്മുടെ വെളുത്തുള്ളി അച്ചാർ സൂപ്പറായിട്ട് ഭംഗിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ 1 കിലോ മിച്ചമുണ്ട്. ഇതിൻ്റെ കഷ്ടപ്പാട് ഒത്തിരി ആണെങ്കിലും രുചി അപാരമാണ് കേട്ടോ. അതുകൊണ്ട് വീടുകളിൽ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലടിക്കണം. അപ്പം നല്ലൊരു വിഭവമായിട്ട് വീണ്ടും അച്ചാറിൻ്റെ
ഘോഷയാത്രയായിരിക്കും ഇനി കേട്ടോ.